നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ ഉടനെ വരാൻ പോവുകയാണ്. ഒരു 30 ദിവസം അടുത്തു മാത്രമാണ് നമ്മുടെ മുൻപിൽ ഇനി സമയമുള്ളത്. ഇനിയുള്ള ദിവസം കൊണ്ട് പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് എങ്കിലും സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ടോപ്പിക്കുകളും അതിന് നോട്ട്സും കൂടി തരാം. പരീക്ഷയ്ക്ക് ഉറപ്പായും വരാൻ പോകുന്ന, നിർബന്ധമായും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടുന്ന ഈ ടോപ്പിക്കുകൾ പഠിച്ചാൽ GK കറണ്ട് അഫെയർ വിഭാഗത്തിൽ പരമാവധി മാർക്ക് സ്കോർ ചെയ്യുമെന്ന് ഉറപ്പുള്ള ടോപ്പിക്കുകളാണ്. ഈ ടോപ്പിക്കുകൾ ഞങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ കണ്ടെത്തി ആ ടോപ്പിക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിലൂടെ ആയിരിക്കും. ഞാൻ ആദ്യം ഈ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞുതരാം. അതിനുശേഷം ഇത് എങ്ങനെയാണെന്ന് കിട്ടുക എന്ന് പറഞ്ഞുതരാം. ആദ്യം ഞാൻ ടോപ്പിക്കുകളാണ് പറയാൻ പോകുന്നത്. PFAയുടെ 50 ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? നിങ്ങൾക്കിപ്പോ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് പോലെ ചരിത്രത്തിൽ തുടങ്ങി ജോഗ്രഫിയിലേക്ക്, എക്കണോമിക്സിലേക്ക്, അങ്ങനെ ഓരോ സബ്ജക്റ്റിലെയും ടോപ്പിക്കുകൾ ഞാൻ പറയാം. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് ഇതിന്റെ ഫ്രീ നോട്ട്സ് ആണ്, PDF നോട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കാൻ കഴിയുന്ന നോട്ടാണ്. ഒന്നാമത്തെ നോട്ട് യൂറോപ്യന്മാരുടെ വരവ്. അതായത് പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് യൂറോപ്യന്മാരുടെ വരവ്. 2 തിരുവിതാംകൂർ ചരിത്രമാണ്. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെയുള്ള നമ്മുടെ തിരുവിതാംകൂറിന്റെ ചരിത്രം. നിങ്ങളെ പറ്റിയാൽ ഞാൻ ഈ പറയുന്നത് മുഴുവനായിട്ട് കേൾക്കുക. അതിനുശേഷം ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആ വഴിയിലൂടെ അത് ഡൗൺലോഡ് ചെയ്യുക. ഓരോ ദിവസവും ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടുന്ന കാര്യം, നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പം ഇത് അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതിന്റെ PDF ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. മൂന്നാമത്തെ ടോപ്പിക്ക് കേരളത്തിലെ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. നാഷണൽ സർവീസ് സ്കീം തൊട്ട് SNDP തൊട്ടുള്ള വിവിധ സംഘടനകളും ആ സംഘടനകളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ തന്നെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളിയൊക്കെ വളരെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരാണ്. അടുത്തത് ആറ്റിങ്ങൽ കലാപം. വളരെ പ്രത്യേകമായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ആറ്റിങ്ങൽ കലാപം. മറ്റൊന്ന് ദേശീയ പ്രസ്ഥാനങ്ങൾ. കേരളത്തിലെ വിവിധ ദേശീയ പ്രസ്ഥാനങ്ങൾ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയിട്ടുള്ള പ്രക്ഷോഭങ്ങളെ കുറിച്ച് പഠിക്കണം. ഐത്തോച്ചാടന പ്രക്ഷോഭങ്ങൾ. ആറാമത് നിങ്ങൾ പഠിക്കേണ്ടത് ഐത്തോച്ചാടന പ്രക്ഷോഭമാണ്. ഏഴാമത്തത് വിമോചന സമരമാണ്. വിമോചന സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്തത് ഐക്യ കേരള പ്രസ്ഥാനം. ദേശീയ സ്വാതന്ത്ര്യ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഐക്യ കേരള പ്രസ്ഥാനം. ഒന്നാം സ്വാതന്ത്ര്യ സമരം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ. അതിനുശേഷം വരുന്ന ലോക വിപ്ലവങ്ങൾ. ഒരൊറ്റ നോട്ടായിട്ട് ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, അമേരിക്കൻ വിപ്ലവം തുടങ്ങിയ പ്രധാനപ്പെട്ട വിപ്ലവങ്ങളും അതിന്റെ പശ്ചാത്തലങ്ങളും ഒറ്റ നോട്ടായിട്ട്. ഇത്രയും നിങ്ങൾ ഹിസ്റ്ററിയിൽ നിന്ന് 11ഓളം ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞു. ഹിസ്റ്ററിയിൽ ഈ 11 ടോപ്പിക്കിന്റെയും PDF നിങ്ങൾക്ക് തരും. ഇത് നിങ്ങൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾ 10th പ്രിലിംസിന്, 10th മെയിൻസിന്, ഇനി വരാനിരിക്കുന്ന ഡിഗ്രി മെയിൻസിന് ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന നോട്ടാണ്. ഫ്രീ ആയിട്ട് പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് ഇത് നിങ്ങൾ സോഴ്സിൽ പോയി, നമ്മുടെ ടെലഗ്രാമിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഓരോ ദിവസവും പഠിക്കുക. അത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇനി നോക്കിയേ, ഭൗതിക ശാസ്ത്രമാണ്. 3 പ്രധാന ടോപ്പിക്കുകൾ നോക്കിയേ. ഒന്ന് ഭൂമിശാസ്ത്രം. ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ഭൂമിയുടെ ഘടന. രണ്ടാമത്തത് അന്തരീക്ഷം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമുദ്ര ചലനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയും അതിന്റെ നദികളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വനങ്ങളും വന്യജീവി സങ്കേതങ്ങളും. നമുക്കറിയാം, ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉറപ്പായിട്ട് വരുന്ന ടോപ്പിക്കാണ്. കൃഷി, ഗവേഷണ സ്ഥാപനങ്ങൾ, അന്തരീക്ഷമർദ്ദം, കാറ്റ്. 7 ടോപ്പിക്കുകളാണ് ജോഗ്രഫിയിൽ നിന്ന്. ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി. അപ്പം മാർക്കിന്റെ കോൺട്രിബ്യൂഷൻ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. അപ്പം മാർക്ക് എത്രത്തോളം കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു മിനിമം മാർക്ക് ഈ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. ധനതത്വശാസ്ത്രം നോക്കിയേ. പഞ്ചവത്സര പദ്ധതികൾ. എക്കണോമിക്സ് 5 മാർക്കും അടിക്കാൻ വരുന്ന ടോപ്പിക്കുകളാണ്. ഉറപ്പായിട്ടും 5 മാർക്കും സ്കോർ ചെയ്യാൻ വരുന്ന ടോപ്പിക്കുകളാണ്. പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്, ഹരിത വിപ്ലവം, റിസർവ് ബാങ്ക്, GST, കാർഷിക വിളകൾ. 6 ടോപ്പിക്കുകളേ ഉള്ളൂ. 5 മാർക്ക് അഷ്വർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. ഈ ടോപ്പിക്കുകളുടെ ഫ്രീ മെറ്റീരിയലും PDF നിങ്ങൾക്ക് കിട്ടും. അടുത്ത നോക്കിയേ, ഭരണഘടന, അതിന്റെ നിർമ്മാണവും ആമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മൗലിക അവകാശങ്ങളും കടമകളും നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട നോട്ട്.
പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, പഞ്ചായത്തി രാജ്, ഓൾ ഇന്ത്യ സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ അറിയാമോടാ? ഈ നോട്ടെല്ലാം വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കും. പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള നോട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ വാരി വലിച്ച് ചവറ് പോലെ പഠിച്ചു പോവേണ്ട. വളരെ ക്ലാരിറ്റിയോടുകൂടി പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നോട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ സൗജന്യമായി ടെലഗ്രാം ചാനലിലൂടെ തരാനായിട്ട് പോകുന്നത്. ഇനി നോക്കിയേ, കേരള ഭരണ സംവിധാനം, സംസ്ഥാന സിവിൽ സർവീസ്, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണ നിയമം, കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ. ഇതിൽ നിന്ന് ചോദ്യമില്ലാത്ത പരീക്ഷകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ആ ടോപ്പിക്കിൽ നിർബന്ധമായും പഠിക്കണം. അതേപോലെ തന്നെയാണ് ജീവശാസ്ത്രം. നോക്കിയേ, 3 ടോപ്പിക്കുകളേ ഉള്ളൂ. ജീവകങ്ങൾ, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, ജീവിതശൈലി രോഗങ്ങൾ. ഇത് നിർബന്ധമായും നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഭൗതിക ശാസ്ത്രം നോക്കിയേ, ചലനങ്ങൾ, അവിടെ തന്നെ ISRO, ന്യൂട്ടന്റെ നിയമങ്ങൾ, ദൗത്യങ്ങൾ, പ്രകാശം, ശബ്ദം, ബലവും മർദ്ദവും. 4 ടോപ്പിക്കുകൾ, നല്ല കിടുക്കൻ നോട്ട്. ഈ 4 ടോപ്പിക്കിന്റെയും നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്ത നോക്കിയാൽ രസതന്ത്രം, ആറ്റവും വാതക നിയമങ്ങളും, ആറ്റത്തിന്റെ ഘടന, ബോയിൽസ് നിയമം, ചാൾസ് നിയമം പോലെയുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. മൂലകങ്ങളും ആവർത്തന പട്ടികകളും, ആസിഡ്സ്, ആൽക്കലി, അതേപോലെ തന്നെ pH മൂല്യം പോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ അവിടുന്ന് ചോദ്യങ്ങൾ എന്താണ് കൃത്യമായിട്ട് വരും. കായികം, കല, സാഹിത്യം, സംസ്കാരം പോലെയുള്ള ഭാഗങ്ങൾ, കേരളത്തിലെ കലാരൂപങ്ങൾ, കായികരംഗം, ഒളിമ്പിക്സ്, മലയാള സാഹിത്യം, തൂലികാനാമങ്ങൾ, ജ്ഞാനപീഠ പുരസ്കാരം. ഇതിൽ നിന്നൊക്കെ എന്താണ് നിർബന്ധമായും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളാണ്. അപ്പൊ കല, കായികം, സാഹിത്യം, സംസ്കാരം ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ ഇത്രയും പഠിച്ചു വെച്ചാൽ മിനിമം മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുന്ന് അഷ്വർ ചെയ്യാനായിട്ട് പറ്റും, ഉറപ്പിക്കാനായിട്ട് പറ്റും. IT നോക്കിയാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കും സൈബർ സുരക്ഷയും IT ആക്ടും പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് അവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും. സുപ്രധാന നിയമങ്ങൾ, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, അതേപോലെ സ്ത്രീകളുമായും കുട്ടികളുമായും ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങൾ, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ചിൽഡ്രൻ, അതായത് പോക്സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുന്ന് എന്താ ചോദ്യങ്ങൾ വരും. അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് GK യിൽ നിന്ന്, അതായത് VFA പരീക്ഷയ്ക്ക് വരുന്ന GK യിൽ നിന്ന് ഏതാണ്ട് 57ഓളം ടോപ്പിക്കുകളുണ്ട്. ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഫ്രീ ആയിട്ട് കിട്ടും. ഇനിയും ഇത് കൂടാതെ നിലവിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ തന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫെയർ നോട്ട്സ് ഓൾറെഡി വന്നതാണ്. US ഇറാൻ സംഘർഷം, ഇന്ത്യയുടെ AI ഇമ്പാക്ട് സമ്മിറ്റ്, ഇന്ത്യ ചുക്കാൻ പിടിച്ച ആഗോള രക്ഷാ ദൗത്യങ്ങൾ, ആർട്ടമിസ് 2, 72ാമത് സിനിമ അവാർഡ്, 98ാമത് ഓസ്കാർ അവാർഡ്, നൊബേൽ സമ്മാനങ്ങൾ 2025, ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ, ഫിഫ 2026, 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി, സുയസ് M29 ദൗത്യം, ബ്രിക്സ് സമ്മിറ്റുമായി ബന്ധപ്പെട്ടത്, ICC T20 വേൾഡ് കപ്പ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കോമൺവെൽത്ത് ഗെയിംസ്, പ്രധാനപ്പെട്ട നിയമനങ്ങൾ, കേരളവും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന നിയമനങ്ങൾ, പത്മ പുരസ്കാരങ്ങൾ, 16ാമത് നിയമസഭ, കേരളത്തിലെ നിയമസഭ, ദെൻ VBGR പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതി, CJPയുടെ പ്രതിഷേധം, വനിതാ ഏകദിന വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടത്, വനിതാ T20 വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടത്, എർത്ത് പ്രൈസ് 2026, G7 സമ്മിറ്റ്, കോപ്പ് സമ്മിറ്റ്, അന്താരാഷ്ട്ര ദിനങ്ങൾ, വേദികൾ, പ്രമേയങ്ങൾ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ. ഇത്രയും ചോദ്യങ്ങൾ, അതായത് ഏതാണ്ട് മൊത്തത്തിൽ പറയുകയാണ് എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏതാണ്ട് 80നും 90നും അടുത്ത് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഇത് ഓരോ ദിവസവും ഓരോ കറണ്ട് അഫെയർ ടോപ്പിക്കും, ഓരോ ടോപ്പിക്ക് GK യിൽ നിന്നും പഠിച്ചു പോയാൽ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും, ഉറപ്പാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇത്രയും ചെയ്താൽ മതി. നേരെ സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിലേക്ക് പോകാം. ഇതാണ് സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനൽ. നിങ്ങൾ സൂപ്പർ നോട്ട്സ് എന്ന ടെലഗ്രാമിൽ കയറി സെർച്ച് ചെയ്യുകയോ, ഇനി അതല്ല എങ്കിൽ നേരെ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ടെലഗ്രാം ലിങ്ക് വഴി ജോയിൻ ചെയ്യുകയോ ചെയ്താൽ മതി. അവിടെ 64,000 ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനൽ കാണാൻ പറ്റും. ആ ചാനൽ ഓൾറെഡി നിങ്ങൾ പിൻഡ് കമന്റിൽ കയറിയാൽ വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും റാങ്ക് മേക്കിംഗ് ഭാഗമായ കറണ്ട് അഫെയറിന്റെ നോട്ട്സ് കാണാൻ പറ്റും. അതിൽ ആദ്യത്തെ കറണ്ട് അഫെയർ നോട്ട്സ് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. 10,000-ലധികം ആളുകൾ ഇതിനോടകം ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു തുടങ്ങിയ ടോപ്പിക്കാണ്. 10,000-ലധികം ആളുകൾ ഇതിനോടകം കണ്ടു. 20 ടോപ്പിക്കുകളുടെ നോട്ട്സ് ഓൾറെഡി അതിൽ കിടപ്പുണ്ട്. ഇനിയും ടോപ്പിക്കുകൾ അതിനകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും ടോപ്പിക്കുകൾ, 20 നോട്ടുകൾ ഇപ്പം തന്നെ അതിനകത്തുണ്ട്.
നിങ്ങൾക്ക് ഇനിയും 57ഓളം ടോപ്പിക്കുകൾ PDF നോട്ടുകൾ GKയിൽ നിന്ന് തരാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ 80നും 90നും അടുത്ത് PDF നോട്ടുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സമഗ്രമായി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ കയറിയാൽ അവിടെ VFA ടോപ്പിക്കുകളുടെ PDF ടെലഗ്രാമിൽ കാണാൻ പറ്റും. വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായി മുൻവർഷ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ PDF നോട്ടുകൾ അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ കയറിയാൽ ആദ്യത്തെ നോട്ട് തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന നോട്ട് അതാ ഇതേപോലെ കണ്ടോ. ഭരണാധികാരികൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കാർത്തിക തിരുനാൾ രാമവർമ്മ കണ്ടോ. ഇതേപോലെയാണ്, ചുമ്മാ ഉടായ്പ നോട്ടല്ല, വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള നോട്ട്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ, റാണി ഗൗരി ലക്ഷ്മി ബായി കണ്ടോ. ഇതിനകത്തിലൊക്കെ കണ്ടോ ഓർക്കേണ്ട PYQ പോയിന്റുകൾ എന്ന് ഓരോ ആളുടെ താഴെയും കൊടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന PYQന്റെ പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്താണ് എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരുന്ന നോട്ടാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടാൻ പോകുന്ന കാര്യമാണ് കേട്ടോ. വളരെ ഡീറ്റെയിൽഡ്. എന്നിട്ട് അവസാനം കിടക്കുന്നുണ്ടോ ഭരണാധികാരികളുടെ അടിസ്ഥാനത്തിലുള്ള കാലഗണനാക്രമം കൊടുത്തിരിക്കുന്നത് കണ്ടോ. 1929 മുതൽ താഴേക്ക് കിടക്കുന്നത് കണ്ടോ. അപ്പൊ ഇത് പഠിച്ചാൽ തന്നെ പരീക്ഷയ്ക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇതുകൂടാതെ PSC പാറ്റേണിലുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ അനാലിസിസുകളൊക്കെ ഇതിൽ കാണാൻ പറ്റും കേട്ടോ. കേട്ടോ ഇവിടെ കിടക്കുന്നുണ്ടോ ഹൈ ഫ്രീക്വൻസി ഫാക്റ്റുകൾ പഠിക്കാം, അതേപോലെ തന്നെ കൺഫ്യൂസിങ് ഫാക്റ്റുകൾ പഠിക്കാം, അതേപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, റിവിഷൻ പഠിക്കാം. അങ്ങനെ സമഗ്രമായി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്കിലും തരാൻ പോകുന്നത്. അത്രയ്ക്കും സമഗ്രമായിട്ടായിരിക്കും സൂപ്പർ നോട്ട്സ്. ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒരു ഗിഫ്റ്റായിട്ടാണ്, ഓണത്തിൻ്റെ ഗിഫ്റ്റായിട്ട് തരാൻ പോവുകയാണ്. അപ്പം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് ടീം ചെയ്യുന്ന നോട്ടാണ്. നിങ്ങൾ അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ സൂപ്പർ നോട്ട്സ് എന്ന ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക, ഒന്നെങ്കിൽ സൂപ്പർ നോട്ട്സ് എന്ന ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക, PSC ചാനലിൽ ജോയിൻ ചെയ്യുക. രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്തേക്ക് ഈ വീഡിയോയോ അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാമിൻ്റെ ലിങ്കോ ഷെയർ ചെയ്തെത്തിക്കാനായിട്ട് ശ്രമിക്കുക. പരമാവധി കുട്ടികളുടെ അടുത്തേക്ക് ഈ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തെത്തിക്കാൻ ശ്രമിക്കുക. അവരൊക്കെ പഠിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ സഹകരണം ആ ഒരു കാര്യത്തിലും ഉണ്ടാകും. പരമാവധി കുട്ടികൾ നമ്മുടെ ചാനലിലേക്ക് വരട്ടെ, അവർക്കെല്ലാം അതിൻ്റെ ഉപകാരം ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവരും നേരെ ടെലഗ്രാം പോയി സൂപ്പർ നോട്ട്സ് സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് ഓരോ ദിവസത്തെയും PDF പഠിച്ചോടാം. VFA എക്സാമിനേഷൻ നിങ്ങളുടെ കയ്യിലേക്ക് ഒതുങ്ങുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഈ നോട്ടുകളിലൂടെ അത് പറ്റും. അപ്പം നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം, ടെലഗ്രാം ചാനലിൽ കാണാം. താങ്ക് യു സോ മച്ച്.